ഹായ്, ഞാനിപ്പോൾ ഉള്ളത് കാശ്മീരിലെ പെഹൽഗാമിലാണ്. ഇവിടുത്തെ പെഹൽഗാമിലെ ഒരു സ്വിറ്റ്സർലാൻഡ് ഏരിയ എന്ന് പറഞ്ഞാൽ സ്വിറ്റ്സർലാൻഡിൻ്റെ മാതിരിയുള്ളൊരു ഏരിയ ഉണ്ട്, അവിടെയാണുള്ളത്. ഇവിടേക്ക് ഞങ്ങൾ വന്ന കുറച്ച് റിസ്ക് എടുത്താണ് ഇങ്ങോട്ട് വന്നത്. അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് ഇതിലുള്ളത്. എല്ലാവരും വീഡിയോ മുഴുവനായി കാണുക. നമ്മളിതാ ഗുൽമാർഗിൽ എത്തിയിട്ടുണ്ട്. ആ കാണുന്ന വെള്ള മഞ്ഞുമലതാ അതിൻ്റെ മുകളിൽ കയറണം. അപ്പോൾ ഇവിടുന്ന് കുതിര സവാരിയാണുള്ളത്. കുതിരൻ്റെ മുകളിൽ കയറിയിട്ടാണ്. പക്ഷേ ഒരു കുതിരക്ക് ഇവിടെ ശരിക്ക് ഇവർ പറഞ്ഞത് 2500 രൂപയ്ക്കാണ്. അപ്പോൾ ഞങ്ങളുടെ ഡ്രൈവർ പറഞ്ഞത് 1500 രൂപക്ക് പോകാമെന്നതിന്. 1500 രൂപയാണ് ഇവിടുത്തെ ഫിക്സഡ് പ്രൈസ്. ഞങ്ങൾ ഇനി പുറത്തുള്ള ആൾക്കാരായതുകൊണ്ടെന്ന് അറിയില്ല. ഏതായാലും ഒരു കൺഫ്യൂഷൻ, ഇത് എങ്ങനെയാണ് എന്താണ് ഇവിടുത്തെ അവസ്ഥ എന്നറിയില്ല. പക്ഷെ ഇവർ കുതിരപ്പുറത്ത് നമ്മളെ കയറ്റിയിട്ട് നമ്മളങ്ങനെ നടത്തിച്ച് കൊണ്ടുപോകാം. ഭയങ്കര റേറ്റാണ് പറയുന്നത്. അപ്പോൾ ഞങ്ങളിങ്ങനെ വെറുതെ നടന്നോക്കട്ടെ. കുറച്ച് ഉണ്ട്, അങ്ങോട്ടുണ്ട്. പക്ഷേ ഇവർ 8 കിലോമീറ്റർ എന്നൊക്കെ പറയുന്നത്. 8 കിലോമീറ്റർ ഒന്നും ഇല്ല. പിന്നെ അയാൾ പറഞ്ഞ് സിംഹം ഉണ്ടാവും, പുലി ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെ പേടിപ്പിക്കുന്നുണ്ട്. ഏതായാലും പോയോക്കട്ടെ. ഇതാ ഈ കുതിരകളിലാണ് നമ്മൾ പോകാനുള്ളത്. ഇതാ ഈ കുതിരൻ്റെ പുറത്ത് ഇവരൊക്കെ ഈ കുതിരകളൊക്കെ അവസ്ഥ നമ്മളെ ഏറ്റി നടക്കാനും. ഇവരിത് പോകുന്നു. ഞങ്ങളിങ്ങനെ നടന്നു നോക്കട്ടെ. കാരണം ഇവരും ഇങ്ങനെ നടന്നുകൊണ്ട് തന്നെയാണ് ഇവിടുന്ന് പോകുന്നത്. അപ്പോൾ ഇവർ ഞങ്ങളാ ഇങ്ങനെ കയറ്റിയിട്ട് ഇങ്ങനെ നടന്നുകൊണ്ട് ഇങ്ങനെ പോകും. അപ്പോൾ അങ്ങനെ പോയോക്കട്ടെ. ഇവർ ഇതാ ഈ യാത്ര കഴിഞ്ഞ് തിരിച്ചു വരുന്ന, കുതിരപ്പുറത്ത് യാത്ര ചെയ്ത് തിരിച്ചു വരുന്ന ആൾക്കാരാണ്. ഞങ്ങൾ ഏതായാലും നടക്കാൻ തീരുമാനിച്ചു. കാരണം ഞങ്ങൾ 6 പേരുണ്ട്. ഇവർ 4000 പറയുന്നുണ്ട്, 3000 പറയുന്നുണ്ട്, 2500 പറയുന്നുണ്ട്. അപ്പോൾ ഇവർ തോന്നിയ റേറ്റാണ് പറയുന്നത്. ഏതായാലും നടന്നു നോക്കുക. നമ്മളെ നാട്ടിൽ കുറച്ച് നടന്നുകൊണ്ടുള്ള ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടാണ്. ഞങ്ങൾ 6 ബോട്ടിൽ വെള്ളം വാങ്ങി നടക്കാൻ ഞാൻ തീരുമാനിച്ചു. അപ്പോൾ ഇയാളോട് പറഞ്ഞപ്പോൾ ഇയാൾ 2500 രൂപയാണ് ആദ്യം പറഞ്ഞത്. ഇത് 1500 ആക്കി. ആൾ ഇന്നും പോകുന്നില്ല. 1000 പറഞ്ഞു, പിന്നെ 500 പറഞ്ഞു. രണ്ടും പോകുന്നില്ല. ആളുകൾ നടന്നു പോകുന്നുണ്ട്, ഇതാക്കുന്നുണ്ട്. അയാളിങ്ങനെ വിടാതെ ഇതാക്കുക. കണ്ടോ, ഇവരെ പിന്നാലെ ഇങ്ങനെ പോവാണ്. ഏകദേശം ഞങ്ങൾ ഇവർ പറഞ്ഞ റേറ്റിന് പറഞ്ഞാൽ വെറുതെ 7000 രൂപ 8000 രൂപ വെറുതെ പറഞ്ഞ സമയത്ത് യാത്രക്ക് പോകും. പോയോക്കട്ടെ, പറ്റുകയെന്നുണ്ടെങ്കിൽ ഇതാക്കുക. ഈ വെള്ളം കരുതിയിട്ടുണ്ട്. യാത്ര കഴിഞ്ഞ് പോകുന്നതാ നടന്നും കുതിരപ്പുറത്തൊക്കെ വരേണ്ട ആളുകൾ ഇതങ്ങനെ വരുന്നുകൊണ്ടിരിക്കുന്നു. തണുപ്പുണ്ട് കേട്ടോ, നല്ല തണുത്ത കാറ്റുണ്ട് ഇവിടെ. ഒരു കുതിരകളും ബോളിൽ ഞാൻ കയറാൻ ശ്രമിക്കുക. നടന്നു കൊണ്ട് അയാ വരുന്നത്. ആ നമ്മളെ കൂടെ. അതായത് ഓൻ നമുക്ക് അവകാശപ്പെട്ടാണ് അല്ലേ? ഹലോ, നമ്മളെ ഇത് ഇതാ നല്ല രസകരമാണ്. ഇത് ശരിക്കും നടന്ന് കയറുന്നതാണ് കുറച്ചും കൂടെ രസം. ഈ കുതിരപ്പുറത്തൊക്കെ നിന്നാ അവൻ ഞങ്ങളെ വിടുന്നില്ല. ഒരു വൃത്തിയിട്ട ചങ്ങായി. അത് കാശ്മീർ വന്നിട്ട് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഉണ്ട്. അവൻ്റെ കുതിരപ്പുറത്ത് ഇവിടൊക്കെ കുതിരൻ്റെ ചാണകവും നല്ല സ്മെല്ലൊക്കെയാണ്. പക്ഷെ തണുത്ത കാറ്റുകൊണ്ട് ക്ഷീണം അറിയുന്നില്ല എന്നുള്ളതാണ് പറയാം. അതായത് നല്ല ഇതുണ്ട് നടക്കാൻ. പക്ഷെ നമ്മൾ ഈ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ ഇങ്ങനെ ഒന്നിച്ച് കുതിരപ്പുറത്തൊക്കെ ഇങ്ങനെ നടക്കുമ്പോൾ അതിൻ്റെ ആ ഒരു ഇത് കുറേ ഇല്ലാതാകും. ചെറിയ രീതിയിൽ ഇങ്ങനെ പതുക്കെ ഇങ്ങനെ നടന്നു പോകണം. അയ്യോ, ഞങ്ങളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന അത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ ചങ്ങായി ഇപ്പോഴും ഞങ്ങളെ വിട്ടിട്ട് ചേട്ടാ, അയാൾ ഞങ്ങളെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ മുമ്പിലായി. അപ്പോൾ ഈ ഒരു ഇതിൽ കൂടെയൊക്കെ തന്നെ കുതിര പോകുന്നത്. ഇവിടെ അങ്ങനെ നടന്നു പോകാനൊക്കെയുള്ള പാത്രമുണ്ട്. ചെറിയ ക്ഷീണമൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ വെള്ളം കുടിച്ച് മെല്ലെ പോയാൽ മതി. തണുത്ത കാറ്റാണ്. തണുത്ത നല്ല തണുപ്പ്. അല്ല, അയാളിപ്പോഴും ഇല്ല ഞങ്ങളെ കൂടെ വന്നുകൊണ്ടിരിക്കുന്നു. മലപ്പുറം ആൾക്കാരെ കിട്ടി. അല്ലടാ
മലയാളി പെൺകുട്ടികളാട്ടത് ആ കുതിരമ്മ പോണത്. മലപ്പുറം ഇവിടെ അല്ല, മലപ്പുറത്തല്ല ഇല്ലല്ലോ ഇവിടെ. ഞങ്ങൾ ചമ്മാടിട്ടോ. പഹൽഗാമിലേക്കുള്ള യാത്ര തുടരുകയാണ്. അതായത് ഇവിടെ കുതിരമ്മലാണ് പോകുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ ഒരുപാട് ആളുകൾ ഇങ്ങനെ വന്ന് നോക്കും. ഞങ്ങളിങ്ങനെ പോയി നോക്കുകയാണ്, പോകാൻ പറ്റുമോ, നടന്നു പോകാൻ പറ്റുമോ എന്നുള്ളത്. ചിലപ്പം അവിടെ എത്തിപ്പെടണമെന്നൊന്നുമില്ല, അങ്ങനെ എത്തിപ്പെടും. കുതിരകൾ പോകുന്ന റൂട്ടൊക്കെ ഭയങ്കര ചളിവിളിയാണ്. ഓക്കെ സുഹൃത്തുക്കളെ, അങ്ങനെ നമ്മൾ ദുർഘടമായ പാതയിലൂടെ സഞ്ചരിച്ച് ഇവിടെ എത്തിയിട്ടുണ്ട്. കുറച്ച് ഇതന്നെയായിരുന്നു കണ്ട, ഇവിടുന്ന് കയറ്റം കയറി വന്ന ആളുകളുടെ കുതിരകളൊക്കെ ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. നിരനിരയായിട്ട് എത്ര പോലും കുതിരകളാണ്. നമ്മൾ പഹൽഗാമിൻ്റെ സ്വിറ്റ്സർലാൻഡ് എന്ന് പറയുന്ന ഈ സ്ഥലത്തെത്തി. ഇവരെ കയ്യിൽ നിന്ന് ചവിട്ടി കിട്ടിയാൽ മതി, തീർന്നു. എത്രയോ കുതിരകൾ. അങ്ങനെ ഞങ്ങൾ മിനി സ്വിറ്റ്സർലൻഡ് എന്നറിയപ്പെടുന്ന പോയിന്റിലെത്തി. വാവ്, ഇത്ര നേരം കഷ്ടപ്പെട്ടിനുള്ള ഇവിടെ ഉണ്ട്. ഒരു പുൽമേടട്ടത്, അതാണോ മല അല്ലേ? അതിൻ്റെ മേലെ കയറാൻ പറ്റില്ല, ഇവിടുന്ന് കാണാം അല്ലേ? യജ്ജാതി കാറ്റാണ്. പുളിയല്ലേ? ആ ഇവിടെ എത്തുണ്ടല്ലേ സിപ്പ് ലൈന്. ഇത്ര നേരം നമ്മൾ നടന്നതിന് മുതലായി. ശരിക്കും നമ്മൾ ഇത്ര നേരം കഷ്ടപ്പെട്ടതിന് ഫലം കണ്ടു. ഇത്ര ദൂരം നിന്നിട്ട് കണ്ടോ ആ മല ഉണ്ടോ? എൻ്റെ ദൂരത്തിൽ സൂം ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല. ഇവിടെ ഈ സിപ്പ് ലൈൻ സർവീസ് ഉണ്ട്, നല്ല കാറ്റുണ്ട്. നല്ല കാറ്റുണ്ട്. അവിടെ കുതിരകളൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇതിലിങ്ങനെ ഇരുന്ന് ഇഷ്ടംപോലെ ആളുകളാണ് വരുന്നത്. ഒരുപാടുണ്ട് കേട്ടോ. അവിടെയൊക്കെ എന്തൊക്കെയോ ആക്ടിവിറ്റീസ് അവിടെയൊക്കെ എന്തൊക്കെയോ ഉണ്ട്. പൊളി. ഇതാണ് എൻ്റെ സഹയാത്രികർ. ഞങ്ങൾ 6 പേരാണ് ഈ ഇത് കയറാനും വേണ്ടി തീരുമാനിച്ചത്. കുതിരപ്പുറത്തല്ലാതെ തന്നെ നടന്ന് കയറാൻ. ഞങ്ങൾ മാത്രമല്ല, വേറെയും ആളുകൾ. ഇത് ഒരു പെണ്ണ് സിംഗിളായി കയറുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ അങ്ങനെ തീരുമാനിച്ചു, ഒറ്റക്ക്. അപ്പോൾ നമ്മൾ പെഹൽഗാമിൻ്റെ മറ്റു കാഴ്ചകളിലേക്ക് പോവാണ്. നല്ല ഒരു പുൽമേടാട്ടത്. ഇവിടെ പലതരം ബിസിനസ്സുകൾ നടക്കുന്നുണ്ട്. തുണിക്കച്ചവടം ഇതൊക്കെ എങ്ങാണ്ട്. അവിടെ 30 രൂപ ടിക്കറ്റ് ഉണ്ട്. പക്ഷെ ടിക്കറ്റ് ആരും എടുക്കുന്നില്ല. ടിക്കറ്റ് ഇങ്ങനെ എടുക്കാതെ അങ്ങനെ പോവാണ്. ചില ആളുകൾ എടുക്കുന്നുണ്ട്. ഒരു കമ്പൽസറി ഇല്ലാത്ത പോലെ എനിക്ക് തോന്നി. സിബ്ലൈൻ്റെ ഇവിടെ ആളുകളൊക്കെ അങ്ങനെ ഫാമിലി ആയിട്ട്. നമ്മളെ എന്താ പറയുക, നമ്മളെ നാട്ടിൽ ഇങ്ങനെ ഒരു പ്ലേസ് ഇല്ല. അത്രയും ഭയങ്കര ഇതാണിത്, വലിയൊരു മേട. പക്ഷെ ഇപ്പോൾ ഇവിടെ ഈ എന്താ പറയുക, പച്ച പുല്ലൊന്നല്ല, എന്നാലും കുഴപ്പമില്ല. ഇവിടെ പച്ചപ്പുല്ലാവുന്നൊരു സമയമായിരിക്കും ഉണ്ടായിരിക്കും പെഹൽഗാമിന്. അവിടെ ഒരുപാട് ഫുഡ് കോർട്ടുകളുണ്ട്. അങ്ങനെ എൻ്റെ ഒരു പിക്കെടുത്താ. പെഹൽഗാമിൻ്റെ കാഴ്ചകൾ കണ്ടുപോവാണ്. ഭയങ്കര ലുക്കട്ടോ ഇവിടെ. മലയാള എവിടെ സ്ഥലം? കോഴിക്കോട് അല്ലേ? ഞങ്ങൾ മലപ്പുറം. ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുത്തരോ? ആയിക്കോട്ടെ. ഞാനിവിടെ അവർ കോഴിക്കോട് ഫാമിലി കേട്ടോ.
അവർക്ക് ഫോട്ടോ എടുത്തപ്പോൾ വേറെ ഇന്ത്യക്കാർക്ക് ഫോട്ടോ എടുത്തെടുത്ത്. ഞാൻ സിംഗിൾ ആയതുകൊണ്ട് ഒരു രസം. പല നാട്ടുകാരും എൻ്റെ കൂടെ വന്ന പഹന്മാരവിടെ എവിടെയൊക്കെ ഉണ്ടാവും. അവിടെയൊക്കെ ഓരോരുത്തർ ഡ്രസ്സിൻ്റെ ഷോപ്പിന് ടെക്സ്റ്റൈൽസാണ് തുറന്നു വെച്ചിരിക്കുന്നത്. ഇതിന് ചുറ്റുമുള്ളതൊക്കെ ഫോറസ്റ്റ് ഏരിയ കേട്ടോ. ഇതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശനം ഇല്ലാന്നാണ് പറഞ്ഞത്. അപ്പോൾ അവർ അവിടുന്ന് പറഞ്ഞിരുന്നു ഈ പുലി കരടിയൊക്കെ ഉണ്ടാകുന്ന സ്ഥലങ്ങളാണെന്നൊക്കെ. അങ്ങനെ പഹൽഗാമിലെ കാഴ്ചകൾ കണ്ട് ഞങ്ങൾ പോവാണ്. ഇവിടെ ഒരുപാട് തരം ആക്ടിവിറ്റീസ് ഉണ്ട്. പക്ഷേ ഇവിടെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര പീസ്ഫുള്ളായ ഏരിയയാണ്. എന്താ പറയുക, നമുക്ക് ഇവിടെ വന്ന് അങ്ങനെ ഇരുന്നാൽ തന്നെ അല്ലേ, ഞങ്ങൾ ആ വന്ന ക്ഷീണം മുഴുവൻ ഇവിടുത്തെ ഈ അന്തരീക്ഷത്തിൽ എല്ലാം പോയി. അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. ഒരു മൈൽഡ് കാറ്റ്, ആ ഒരു തണുത്ത കാറ്റ്, അതായത് ഓവർ തണുത്ത കാറ്റല്ല, ഒരു ഇത്. പിന്നെ എല്ലാവരും നമ്മളിവിടെ ഓവർ ഇതൊക്കെ ഇട്ട് ജാക്കറ്റൊക്കെ ഇട്ട് കണ്ടതല്ലേ അതാണ്. പിന്നെ കുട്ടികൾക്കൊക്കെയുള്ള ചെറിയ ആക്ടിവിറ്റീസ് ഉണ്ട്. എന്നാലും കുറേ ആക്ടിവിറ്റീസ് ഒന്നുമില്ല. ഒന്നാമത് ഇതിൻ്റെ ഇവിടുത്തെ നാച്ചുറിനെ എൻജോയ് ചെയ്യുന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ 4 ഭാഗത്തും കൂറ്റൻ മലകളാണ്. കൂറ്റൻ മലകൾ നമുക്ക് ഇതിലൊന്നും മൊബൈലിലെ ക്യാമറയിലൊന്നും അത്ര അതിനടുത്ത് എത്താൻ പറ്റില്ല. അത്രയും വലിയ മലകളാണുള്ളത്. അത് നല്ല വെള്ളം പൊതിഞ്ഞ് കിടക്കുന്നത്. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾക്ക് കാണാവുന്നതാണ്. അതൊക്കെയാണ്. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഇതാക്കി ഞങ്ങൾ പോവാണ്. ഞങ്ങൾ ഹൈ റിസ്ക് ആയി കണ്ടാണ് കയറിയത്. ഇനി ഇറങ്ങുമ്പോൾ ഡയറക്റ്റ് ആയി കണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ കുതിര പോകുന്ന വഴിക്ക് അവരെ ഫോളോ ചെയ്ത് കണ്ട് നമ്മളിങ്ങനെ നടന്നു വന്നതാണ്. അവർ ഈ കുതിരക്ക് വന്ന ആൾക്കാരുടെ കൂടെ തന്നെ നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. ഇതൊന്നുമില്ല, ഒരുപാട് ആൾക്കാർ നടക്കുന്നുണ്ട്. ചില ആളുകൾക്ക് ഇത് ചൂസ് ചെയ്യാം. പിന്നെ ഈ ഞങ്ങൾ 6 പേരാണ് പുറപ്പെട്ടത്. അതിൽ 3 പേര് വഴിയിൽ വെച്ച് കഴിയാത്തതുകൊണ്ട് ഒരു യാത്ര ഉപേക്ഷിച്ചു. പാതി വഴിയിൽ മടങ്ങി. ഞങ്ങൾ 3 ആളാണ് ഈ ലക്ഷ്യസ്ഥാനത്ത് എത്തിയത്. വേറെ ഇതൊന്നുമില്ല. ഇവിടെ സമയം ഉച്ച സമയമാണുള്ളത്. വൈകുന്നേരമൊക്കെ അല്പം ഇവിടെ നല്ല ആളുണ്ടാവും. മോർണിംഗ് അതിലും ആൾക്കാരുണ്ടാവും. വൈകുന്നേരം അതിൻ്റെ ലുക്ക് വേറെ ആയിരിക്കും. ശരി, നന്ന രാവിലെ ആണെന്നുണ്ടെങ്കിൽ ഇത് വേറെ ലെവലായിരിക്കും. കാരണം മഞ്ഞിൽ കുളിച്ച് നിൽക്കായിരിക്കും. അങ്ങനെ ഇവിടെ ഒരു ചെമ്മരിയാടുണ്ട്, നോക്കട്ടെ. മുയൽ സൂപ്പർ. ഇതെന്താ പറയുക, ഇവരെ ഫോട്ടോ എടുക്കാനുള്ള അല്ലേ, ഇവരെ കൂടെ നിന്ന് കണ്ടേ നമുക്ക് ഫോട്ടോ എടുക്കണമെങ്കിൽ ഫോട്ടോ എടുക്കാന്നാണ് പറഞ്ഞത്. ഓക്കെ, ഞാൻ വരാം. അതായത് നമുക്ക് ഇവിടെ വന്നിട്ട് കശ്മീരിലെ ചെമ്മീനുകളൊക്കെ അല്ലെങ്കിൽ മുയലിനൊക്കെ ഒപ്പം പിടിച്ചിട്ട് ഇപ്പോൾ പല ആളുകളും ഈ ടൂറിസത്തെ പല രീതിയിലാണ് വരുമാനം ഉണ്ടാക്കുന്നത് അല്ലേ. ചില ആളുകൾക്ക് നല്ല ട്രിക്കുള്ള ആളുകൾ അതിൽ പൈസ ഉണ്ടാക്കുന്നവരുണ്ട്. ഇതൊക്കെ ചെറിയ സാധാരണക്കാരുടെ ഓരോരോ പുതപ്പ് ഷാളല്ലേ. How much? Idhar 500. 500. Yeah, bhai. Here is cheap, yeah. Ye pure pashmina, like that you can see, huh? I cannot speak English. Little bit speak, little. Yes, we also. Where from? Kerala. Kerala, you can see. South Indian. Temshu huchalan tal dita. Ye pure pashmina. Just strong. പൊളി സാധനം, ചൂട് മാറില്ല. നാളെ വരണ്ട. 500. देखा? More good color. You can vlog it with your face. Yeah, ऐसा. कुछ बता दीजिए कश्मीरी में. कश्मीरी लैंग्वेज में मत इधर आ जाओ. You can tell anything. क्या बोलना है इसमें किसी? कश्मीरी लैंग्वेज में बता दीजिए. इस जगह का नाम है बोलना. About this place. About this place. Açı ünkes boysanık bihet. Açı manan tourist mani Switzerland. Yorçu varya tourist ivan various mas. Açı Kerala boy yeti. Kerala pet aymit. Yimana şey shawl havan. Temşi yor mani Switzerland vishna aymit. ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല ഇത് കിട്ടും. പുതപ്പ് എന്താ ഷാളുകൾ. ഇവരെ ഇനിയും ബാർഗൈൻ ചെയ്താൽ വില കുറച്ച് തരും. ഇവർ 500 പറഞ്ഞത്. നല്ല ക്ലോത്ത്, നല്ല ക്വാളിറ്റി ക്ലോത്തുകളാണ്.
ഇവിടെ പെഹൽഗാമിലെ ഈ സ്വിറ്റ്സർലാൻഡ് വാലിയിൽ വന്നു കഴിഞ്ഞാൽ നല്ല മനുഷ്യന്മാരാണ് ഇവർ. നൈസ് പീപ്പിൾ. തുമാരാ നാം? मेरा नाम आमिर. ആമിർ. തുമാരാ? शिराज भाई. ഷിറാസ് ഭായ്. യെസ്. അപ്പോൾ അവരൊക്കെ വഴി പറഞ്ഞത് ഇവിടെ ഷോർട്ട് കട്ട് പറഞ്ഞത് എന്ത് നല്ല മനുഷ്യന്മാരാണ്. ഇതാണ് കശ്മീരിലെ ലോക്കലായ ആളുകൾ കേട്ടോ. വളരെ നല്ല നൈസായ ആൾക്കാരാണ്. ഇതാണ് ഇവിടുത്തെ ടിക്കറ്റ് കൗണ്ടർ. പക്ഷേ ടിക്കറ്റൊന്നും ആരും എടുക്കുന്നില്ല. ടിക്കറ്റ് ചോദിക്കുന്ന ആളെന്നെ വല്ലപ്പോഴും ആൾക്കാരോട് ചോദിക്കുന്നുള്ളൂ. കണ്ടോ കുതിരകളുടെ സംസ്ഥാന സമ്മേളനം. ഇത്രയും കുതിരകളെ ഒരുമിച്ച് കാണാൻ പറ്റില്ല ജീവിതത്തിൽ. അങ്ങനെ പറഞ്ഞത് എനിക്ക് ഇന്ത്യ അറിയാത്തതുകൊണ്ട്. എത്ര പോലെ കുതിര. ഇതാണ് കുതിരകളുടെ സംസ്ഥാന സമ്മേളനം. ഇത് പഹൽഗാമിൽ വന്നാലുള്ള കാഴ്ചയാണ്. അയ്യോ ഇതൊന്നൊരു ചവിട്ടിട്ടിയാൽ മതി, അത് കൂടി റെഡിയാവും.